കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടിയുടെ ബ്രെയിനിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് അവർ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് പോലെ ഫീൽ ആകുന്നത് പലപ്പോഴും വളർച്ചയുടെ ഭാഗം മാത്രമാണ്. നമ്മൾ 3 പ്രാക്ടിക്കൽ പോയിന്റ്സ് കണ്ടു. ബിഹേവിയർ വ്യക്തിപരമായി എടുക്കാതിരിക്കുക, ശബ്ദം കൂട്ടുന്നതിന് പകരം കുറയ്ക്കുക, എപ്പോഴും നേരിട്ട് സംസാരിക്കണമെന്നില്ല. ഇനി ബാക്കിയുള്ള പോയിന്റ്സ് തുടരാം. 4 മറ്റൊരാളുടെ സഹായം തേടാം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടി നിങ്ങളിൽ നിന്നും കേൾക്കാൻ തയ്യാറാകാത്തപ്പോൾ അവരുമായി നല്ല ബന്ധമുള്ള മറ്റൊരാളുടെ സഹായം തേടാം. ഒരു കോച്ചായിരിക്കാം, ഒരു ഫാമിലി ഫ്രണ്ടായിരിക്കാം, ഒരു അങ്കിളായിരിക്കാം, അവർ വിശ്വസിക്കുന്ന മറ്റൊരാളായിരിക്കാം. കാരണം ചിലപ്പോൾ പ്രശ്നം നിങ്ങൾ പറയുന്ന കാര്യത്തിലല്ല, അത് പറയുന്നത് ആരാണെന്നതിലാണ്. 5 ഉപദേശിക്കുന്നത് നിർത്തുക. ഇതൊരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. കുട്ടിയോട് സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു ലെസൺ കൊടുക്കാൻ ശ്രമിക്കരുത്. അവർക്ക് മ്യൂസിക് ഇഷ്ടമാണോ, അത് ചോദിക്കൂ. അവർ കാണുന്ന മൂവി അല്ലെങ്കിൽ സീരീസ് ഏതാണ്, അത് ചോദിക്കൂ. അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അത് ചോദിക്കൂ. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ ഉടനെ അഡ്വൈസ് കൊടുക്കരുത്, ഉടനെ തിരുത്തരുത്, ഉടനെ ജഡ്ജ്മെൻറ്റ് നടത്തരുത്. ചിലപ്പോൾ അവർക്ക് വേണ്ടത് ഒരു സൊല്യൂഷനല്ല, ഒരു ലിസണറിനെയാണ്. 6 കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കൂ. പക്ഷേ അതൊരു ഇൻ്റർവ്യൂ ആകരുത്. സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഹോംവർക്ക് ചെയ്തോ, എക്സാം എപ്പോൾ, മാർക്ക് എത്ര കിട്ടി, ഇതൊക്കെ മാത്രം ചോദിച്ചാൽ അവർ സംസാരിക്കാൻ താല്പര്യപ്പെടില്ല. പകരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, കാറിൽ യാത്ര ചെയ്യാം, ഷോപ്പിങ്ങിന് പോകാം, ഒരുമിച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ സൈഡ് ബൈ സൈഡ് ഇരിക്കുന്ന സമയങ്ങളിലാണ് ചിലപ്പോൾ ഏറ്റവും നല്ല കോൺവെർസേഷൻ ഉണ്ടാകുന്നത്. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക. ഇന്ന് നിങ്ങളുടെ കുട്ടി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നിയാലും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസാനമല്ല, അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ ചാപ്റ്ററാണ്. ഇപ്പോൾ അവർ നിങ്ങളുടെ കൈപിടിച്ച് നടക്കേണ്ട പ്രായത്തിൽ നിന്ന് സ്വതന്ത്രമായി ചിറകുവിരിച്ച് പറക്കാൻ പഠിക്കുന്ന പ്രായത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അവർ അകലം പാലിക്കുമ്പോൾ നിങ്ങൾ അകന്നു പോകരുത്. അവർക്ക് സ്പേസ് കൊടുക്കൂ, പക്ഷേ നിങ്ങളുടെ പ്രസൻസ് ഒരിക്കലും പിൻവലിക്കരുത്. അവർക്ക് നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ ഞാനിവിടെ ഉണ്ടാകും എന്ന ഉറപ്പ് മാത്രം അവർക്കുണ്ടാകട്ടെ. കാരണം കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് പലപ്പോഴും നമ്മളെ ഉപേക്ഷിക്കാനല്ല, സ്വന്തമായി പറക്കാൻ പഠിക്കാനാണ്. നമ്മുടെ ജോലി അവരെ പിടിച്ചു നിർത്തുക എന്നതല്ല, പറക്കാൻ കഴിയുന്നത്ര ശക്തരാക്കുക എന്നതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർക്കുക, ഇതെന്നേക്കുമായി ഉള്ളതല്ല. ഏകദേശം 25 വയസ്സാകുമ്പോൾ മക്കൾ വീണ്ടും അമ്മയുടെ ശബ്ദത്തിനായി ആഗ്രഹിച്ചു തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ നിശബ്ദത കഥയുടെ അവസാനമല്ല, അതൊരു അധ്യായം മാത്രമാണ്. ഈ വീഡിയോ ഒരു പേരൻറ്റിന് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായി ഇത് ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.